ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മർത്തമറിയം സമാജാംഗങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടി അഖിലമലങ്കര മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള വേദപഠന ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കിയ വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പഠനം നമുക്ക് ആരംഭിക്കാം. ഏവർക്കും പുസ്തകം കിട്ടിക്കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇത്തവണ പഠിക്കുവാനായിട്ടുള്ളത് 2 സ്ത്രീരത്നങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്ന 2 ശ്രേഷ്ഠമായ സ്ത്രീരത്നങ്ങളാണ് രൂത്ത്, എസ്തേർ. ഈ 2 പുസ്തകങ്ങളിലൂടെയുള്ള പഠനമാണ് നമുക്ക് പ്രധാനമായിട്ട് ഇത്തവണ പഠിക്കുവാനായിട്ടുള്ളത്. വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന വളരെ ലളിതമായ ഭാഷയിൽ അഭിമന്യ തിരുമേനി എഴുതിയിട്ടുള്ളതായ ഈ പുസ്തകം നമുക്ക് ഒത്തൊരുമിച്ച് പഠിക്കാം. പണ്ട് കാലങ്ങളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ, കഴിഞ്ഞ വർഷവും ഞാൻ ഓർപ്പിച്ചതുപോലെ, ഈ പഠനം എന്നുള്ളത് ഈ പരീക്ഷയിൽ നമുക്ക് കൂടുതൽ മാർക്ക് വാങ്ങുക അല്ലെങ്കിൽ റാങ്ക് വാങ്ങിക്കുക എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വളരെ തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ നമുക്ക് വേണ്ടി പോലും സമയം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കാതെ വരുന്ന പല സ്ത്രീകളുടെയും അവസ്ഥയാണത്. അതിനിടയിൽ ദൈവത്തിനു വേണ്ടി അല്പസമയം ചെലവഴിക്കുവാനും ദൈവവചനം പഠിക്കുവാനും വിശുദ്ധ വേദപുസ്തകത്തിലെ 2 പുസ്തകങ്ങൾ, അതും പ്രത്യേകമായിട്ട് സ്ത്രീകളെക്കുറിച്ചുള്ള 2 പുസ്തകങ്ങൾ, അത് പഠിക്കുവാനായിട്ടും അതിലൊക്കെ ഉപരിയായി ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ, വിശുദ്ധ വേദപുസ്തക പഠനങ്ങൾ നടത്തുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും അല്പമായെങ്കിലുമുള്ള ചില വ്യത്യാസങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെയും വരുവാൻ തക്കവണ്ണം ഈ പഠനങ്ങൾ ഇടയാക്കണം. ആയതിനാൽ പ്രത്യേകം പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം. ആദ്യമായി ഈ പുസ്തകത്തിൽ നാം നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, രൂത്ത്, എസ്തേർ പുസ്തകം ആമുഖമാണ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം 11 അധ്യായങ്ങളിലായിട്ട് ഈ 2 പുസ്തകങ്ങളുടെയും വിവരണങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് നൽകിയിരിക്കുന്നു. ആദ്യമായി പേജ് നമ്പർ 4 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, രൂത്ത്, എസ്തേർ പുസ്തകങ്ങൾ ഒരു ആമുഖം എന്ന പേരിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന 2 പുസ്തകങ്ങളാണ് രൂത്തും എസ്തേറും. നാം ഇവരെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇവർ 2 പേരും 2 വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും സമയങ്ങളിലും ദൈവത്തോടുള്ള തങ്ങളുടെ ഭക്തിയും വിശ്വസ്തതയും അവരുടെ ജീവിതത്തിലൂടെ വ്യക്തമാക്കിയവരാണ്. അവരുടെ ജീവിതം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നതിനും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കും മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കും ഒരു പ്രത്യാശ നൽകുന്ന ജീവിതാനുഭവങ്ങളാണ് ഈ 2 സ്ത്രീകളും കാഴ്ചവെച്ചിരിക്കുന്നത്. രൂത്ത്, ആരായിരുന്നു ഈ രൂത്ത്? രൂത്ത് വെറും ഒരു മോവാബ്യ സ്ത്രീയായിരുന്നു രൂത്ത്. എന്നാൽ എസ്തേർ ഒരു യഹൂദ സ്ത്രീയുമാണ്. ആദ്യമായിട്ടാണ് യഹൂദ വംശജയല്ലാത്ത ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ പേരിൽ പഴയ നിയമത്തിൽ ഒരു പുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വളരെ അത്ഭുതകരമാണ്. ഈ മോവാബ്യ സ്ത്രീകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മോവാബ്യർ അവർ ദൈവത്തെ ആരാധിക്കുന്നവർ ആയിരുന്നില്ല, അവർ പുറജാതികളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇസ്രായേലിയനായ തൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ചു കഴിഞ്ഞതിനാലാണ് രൂത്ത് എന്ന മോവാബ്യ സ്ത്രീ ദൈവത്തെ അറിയുവാനായിട്ട് പോലും ഇടയായത്. ആദ്യമായി നമുക്ക് രൂത്തിൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് പഠിക്കാം. രൂത്തിൻ്റെ പുസ്തകം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പഴയ നിയമ പുസ്തകത്തിൽ 8ാമത്തെ പുസ്തകമായിട്ടാണ് രൂത്തിൻ്റെ പുസ്തകം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് ന്യായാധിപന്മാർക്ക് ശേഷമുള്ള രൂത്തിൻ്റെ പുസ്തകം. വളരെ ചെറിയ ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. വെറും 4 അധ്യായങ്ങൾ മാത്രമാണ് ഈ രൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ രൂത്തിനെ കുറിച്ച് ഓർക്കുക, യഹൂദ വംശജ അല്ലാത്ത ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ പേരിൽ
പഴയ നിയമത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. അപ്പം രൂത്ത് ആരായിരുന്നു? യഹൂദ വംശജ ആയിരുന്നില്ല, മറിച്ച് ഒരു മോവാബി സ്ത്രീയായിരുന്നു. ഇനി ഈ രൂത്തിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇത് ഒരു സ്റ്റോറി ഓഫ് 3 വിഡോസ്, 3 വിധവകളുടെ ചരിത്രത്തിലൂടെ ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വന്ന ഒരു പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം നമുക്ക് കാട്ടിത്തരുന്നത്. ഒരു യഹൂദനെ വിവാഹം കഴിച്ച ഒരു മോവാബിയ സ്ത്രീയായ രൂത്തും അവളുടെ അമ്മായിയമ്മയുടെയും ഒരു കഥ പറയുന്നു, ഒരു അനുഭവ കഥ പറയുന്ന പുസ്തകം. ഇനി എങ്ങനെയാണ് ഈ നവോമിയും കുടുംബവും മോവാബിലേക്ക് വരുവാനായിട്ടുള്ള കാരണം എന്താണ്? നമുക്ക് രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹൂദ്യനായ എലിമേലേക്കിൻ്റെ ഭാര്യയായ നവോമി, അവരുടെ 2 മക്കളായ മഹ്ലോൻ, കില്യോൻ, ഈ പേരുകളൊക്കെയും ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. എലിമേലേക്കിൻ്റെ ഭാര്യയായ നവോമി, നവോമിയുടെ 2 മക്കളായ 2 ആൺമക്കളായ മഹ്ലോനും കില്യോനും, അവർ മോവാബ് ദേശത്തേക്ക് ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നും മോവാബിലേക്ക് പോകുന്നു. എന്തിനാണ് അവരങ്ങനെ പലായനം ചെയ്യുവാനായിട്ട് കാരണമായത്? ബേത്ലഹേമിൽ ഒരു വലിയ ക്ഷാമമുണ്ടായപ്പോൾ, ദേശത്ത് വലിയ ക്ഷാമമുണ്ടായപ്പോഴാണ് അവർ മോവാബിലേക്ക് ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിക്കുവാനായിട്ടുള്ള ഒരു തത്രപ്പാടിനിടയിൽ അവർ പലായനം ചെയ്തതാണ് മോവാബ് ദേശത്തേക്ക്. അങ്ങനെ മോവാബ് ദേശത്ത് അവരെത്തപ്പെടുന്നത് പരദേശികളായിട്ടാണ് അവരെത്തപ്പെടുന്നത്. അവർ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യർ ആയിരുന്നു. അവരെക്കുറിച്ച് പറയുന്ന പേര് അങ്ങനെയാണ്, എഫ്രാത്യർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ബുക്ക് ഓഫ് രൂത്ത് അല്ലെങ്കിൽ രൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത് ഒരു ഇമിഗ്രേഷൻ സ്റ്റോറിയാണ്, പലായനത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതും 2 പലായനങ്ങളാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഡബിൾ ഇമിഗ്രേഷൻ സ്റ്റോറിയാണിത്. എന്താണ് ആദ്യത്തെ പലായനം എന്ന് പറഞ്ഞത്? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എലിമേലേക്കും ഫാമിലിയും ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് ആ ക്ഷാമ കാലഘട്ടത്തിൽ മോവാബിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നു. അതാണ് 1-ാമത്തെ പലായനം. ഇനി 2-ാമത്തെ ഇമിഗ്രേഷൻ അഥവാ പലായനം എന്ന് പറയുന്നത് നവോമിയും രൂത്തും മോവാബ് ദേശത്ത് നിന്ന് വീണ്ടും അവരുടെ ബേത്ലഹേമിലേക്ക്, യഹൂദ ദേശത്തിലേക്ക്, പഴയ ദേശത്തിലേക്ക് അവർ തിരിച്ച് പലായനം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ രൂത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് 2 പലായനങ്ങൾ, 2 ഇമിഗ്രേഷൻ്റെ സ്റ്റോറിയാണ് ഈ രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുമ്പോൾ വേദപണ്ഡിതരൊക്കെ പറയുന്നത് ഈ രൂത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് എ സ്റ്റോറി ഓഫ് ട്രോമ ടു ട്രയംഫ്, അതായത് നഷ്ടത്തിൻ്റെയും ആഘാതങ്ങളുടെയും ഒക്കെ അവസ്ഥയിൽ നിന്ന് വിശ്വസ്തതയുടെയും വിമോചനത്തിൻ്റെയും ചരിത്രത്തിലേക്കുള്ള യാത്രയായിട്ടാണ് രൂത്തിൻ്റെ പുസ്തകത്തെ വേദപണ്ഡിതന്മാർ കാണിക്കുന്നത്. നമുക്കറിയാം 3 സ്ത്രീകൾ, അതായത് വിധവകളായ 3 സ്ത്രീകൾ, അവരെത്രമാത്രം പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. ഒരുപക്ഷെ അവർ മോവാബിലായിരിക്കുന്ന സമയത്ത് ആ ഭവനത്തിലെ 3 പുരുഷന്മാരും മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. എത്രമാത്രം അവർ അവിടെ പ്രയാസപ്പെട്ടിട്ടുണ്ടാകാം. അതിനുശേഷം അവർ ബേത്ലഹേമിലേക്ക് കടന്നു വരുമ്പോഴും അവിടെയും അവരെ കാത്തിരുന്നത് അറിയാം. ആ ഒരു കുടുംബത്തിൽ അവർക്ക് ഒരു നാഥനില്ല. അവർ എത്രമാത്രം ഒരു ദാരിദ്ര്യവും എത്രമാത്രം കഷ്ടപ്പാടുകളും അവർ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് രൂത്ത് തിരിച്ച് ബേത്ലഹേമിലേക്ക് വരുമ്പോൾ അവർ ഉപജീവനം നയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു ചാർച്ചക്കാരൻ്റെ വയലിലേക്ക് പോയിട്ട് കതിർ പെറുക്കുവാനായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സ്ത്രീകൾ അനുഭവിച്ചിരിക്കുന്ന കഷ്ടപ്പാടുകളും യാതനകളും അവരുടെ നഷ്ടവും അവർ കടന്നുപോയ ആഘാതങ്ങൾ. എത്ര മരണങ്ങളാണ്, 3 മരണങ്ങൾ ഒരുമിച്ച്, അതും 3 പുരുഷന്മാർ അവരുടെ ഭവനത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ആ സ്ത്രീകൾ തനിച്ചായിരിക്കുന്ന അവസ്ഥയിൽ. അത്രമാത്രം ആഘാതത്തിലും നഷ്ടത്തിൻ്റെയും അവസ്ഥയിലും അവർ ദൈവത്തോടുള്ള വിശ്വസ്തത പുലർത്തി. അതിൻ്റെ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കുന്നത്? ദൈവത്തോടുള്ള അവരുടെ വിശ്വസ്തത കാരണമാണ് അവർ തിരിച്ച് അവരുടെ സ്വന്തം നാട്ടിലേക്ക് ബേത്ലഹേമിലേക്ക്, അതായത് പുറജാതികളുടെ ഇടയിൽ നിന്നും തിരിച്ച് ബേത്ലഹേമിലേക്ക് അവർ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അപ്പം വളരെ സാധാരണക്കാരിയായ ഒരു രൂത്ത് തൻ്റെ വിശ്വസ്തതയിലൂടെയാണ് ദൈവത്തിൻ്റെ വിടുതലിൻ്റെയും രക്ഷയുടെയും കരം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ യേശുവിൻ്റെ വംശാവലിയിലും പേര് ചേർക്കപ്പെട്ട ഒരാളാണ് രൂത്ത്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ഈ രൂത്തിൻ്റെ അമ്മായിയമ്മയോടുള്ള വിശ്വസ്തതയും മാത്രം, എങ്ങനെയാണ് ഈ അമ്മായിയമ്മയോടുള്ള വിശ്വസ്തത കൊണ്ട് രൂത്ത് അമ്മായിയമ്മയോട് കൂടെ മടങ്ങിപ്പോകുന്നു എന്ന് പറയുന്നു. ഇവിടെ നാം ഓരോരുത്തരും, സ്ത്രീകളായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അമ്മായിയമ്മയോട് രൂത്തിനുണ്ടായ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിൻ്റെയും കാരണം എന്തായിരിക്കാം? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നവോമി ഒരു ഇസ്രായേല്യ അല്ലെങ്കിൽ ഒരു യഹൂദ സ്ത്രീയായിരുന്നു. അതായത് നവോമി ദൈവത്തെ അറിയും, യാഹ്വേ അല്ലെങ്കിൽ യഹോവയെ അറിഞ്ഞും ദൈവത്തെ അറിഞ്ഞും ആരാധന കഴിച്ചും പോന്ന ഒരു സ്ത്രീയായിരുന്നു നവോമി എന്ന് പറയുന്നത്. എന്നാൽ രൂത്ത് വളർന്നു വന്ന സാഹചര്യം അതല്ല. രൂത്ത് വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് പുറജാതികളുടെ ഇടയിലാണ്. അതായത് അവർ ദൈവത്തെ യഹോവയെ ആരാധിക്കുന്ന ജനം ആയിരുന്നില്ല. പുറജാതികൾ എന്ന് പറയുന്നത് ദേ ഡോണ്ട് ബിലീവ് ഇൻ ജാഹ്വേ. അപ്പം ഒരു പക്ഷേ നവോമിയുടെ പ്രാർത്ഥനാ ജീവിതം രൂത്തിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അവൾ സ്വന്തം ദേശം വിട്ട്, ഭർത്താവ് മരിച്ചു പോയെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പോലും സ്വന്തം ദേശത്തിൽ നിന്ന് മാറുവാനായിട്ട് സ്ത്രീകൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ രൂത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ദേശത്ത് നിന്നും തൻ്റെ അമ്മാവിയമ്മയോടൊപ്പം മറ്റൊരു ദേശത്തേക്ക്, അമ്മാവിയമ്മയുടെ ദേശത്തേക്ക് പോരുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അമ്മാവിയമ്മയുടെ പ്രാർത്ഥനാ ജീവിതം ഒരുപക്ഷെ രൂത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അപ്പോൾ രൂത്തിന് ആഗ്രഹമുണ്ടായിരിക്കാം ഈ ഡാർക്ക്നെസ്സിൽ ജീവിക്കുന്നതിനേക്കാളും പ്രകാശത്തിൻ്റെ വഴിയിലേക്ക് തൻ്റെ അമ്മാവിയമ്മയോട് ഒപ്പം പോകുവാനായിട്ടാണ് രൂത്ത് ആഗ്രഹിച്ചത്. അങ്ങനെ യാതൊരു പ്രത്യാശയുമില്ലാത്ത പ്രതിസന്ധികൾ മാത്രം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൽ വിശ്വസിക്കുവാനും ദൈവത്തിൽ വിശ്വസിച്ച് അങ്ങനെ മഹത്വത്തോടുകൂടി പ്രത്യാശയോടുകൂടിയുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ഇടയാക്കിയ ഒരു ജീവിതമാണ് രൂത്തിൻ്റെയും നവോമിയുടെയും ജീവിതം നമുക്ക് കാട്ടിത്തരുന്നത്. അതായത് ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവം എന്നാണ് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബുക്കിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, 4-ാമത്തെ പേജിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രയേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്ത 11 വർഷത്തുണ്ടായ സംഭവിച്ച കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ നാം കാണുന്നത്. അതായത് രൂത്തിൻ്റെ പുസ്തകം പഴയ നിയമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് ശേഷമാണ്. അപ്പോൾ ഈ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്ത സമയത്താണ് രൂത്തിൻ്റെ സംഭവങ്ങളും നടന്നിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഇവിടെ നമുക്ക് ഈ 4 അധ്യായങ്ങളെ 4ആയിട്ട് തിരിച്ച് തന്നെയാണ് നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. അധ്യായം 1, 4 അധ്യായങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം അധ്യായം 1, അപ്പം അധ്യായം 1 നമുക്ക് പറയുവാൻ സാധിക്കുന്നത്, ഈ അധ്യായം എന്ന് പറയുന്നത് ലോസ് ആൻഡ് ലോയൽറ്റി, നഷ്ടവും വിശ്വസ്തതയും. ഇതാണ് ഇതിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത്, ലോസ് ആൻഡ് ലോയൽറ്റി. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യഹൂദ്യനായ എലിമേലേക്ക് തൻ്റെ ഭാര്യയായ നവോമിയോടും മക്കളോടുമൊപ്പം ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് യാത്രയാകുകയും, മക്കളുടെ പേരുകളും ഓർക്കുക, മഹ്ലോനും കില്യോനും. ഇവർ മോവാബ് ദേശത്തെത്തുകയും മോവാബ് ദേശത്തിൽ നിന്നുള്ള 2 സ്ത്രീകളെയാണ് ഇവർ കല്യാണം കഴിച്ചത്. അതിൽ നമ്മൾ ഓർക്കണം, മഹ്ലോൻ വിവാഹം കഴിക്കുന്നത് രൂത്തിനെയും കില്യോൻ വിവാഹം കഴിക്കുന്നത് ഓർപ്പ. ഈ പേരുകൾ കൂടി ഒന്ന് ഓർത്തിരിക്കുക. എലിമേലേക്കിൻ്റെ ഭാര്യയായ നവോമി, അവർക്ക് 2 മക്കൾ, മഹ്ലോനും കില്യോനും. മഹ്ലോൻ്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്ത്, കില്യോൻ്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ ഓർപ്പ. ഇവരെ വിവാഹം കഴിക്കുന്നു. അതിനുശേഷം നമുക്ക്, അതായത് ഇവരുടെ മൈഗ്രേഷൻ ടു മോവാബ്, അതാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. 1-ാം അധ്യായത്തിൽ തന്നെ നാം കാണുന്നു ഈ 3 മരണങ്ങൾ കൂടി, അതായത് പിതാവും 2 ആൺമക്കളും അവിടെ മരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എലിമേലേക്കും മഹ്ലോനും കില്യോനും അവിടെ മരണപ്പെടുന്നതായിട്ടും ഈ 3 സ്ത്രീകൾ വിധവകളായി തീരുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ നാം പറയുന്നത് നഷ്ടം. ഇനി നഷ്ടവും വിശ്വസ്തതയും ഇവിടെ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ 3 മരണങ്ങൾക്ക് ശേഷം നവോമിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മരുമകളായ ഓർപ്പ അവളുടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. എന്നാൽ രൂത്ത്
അമ്മാവിയമ്മയുടെ നിർദ്ദേശം പാലിക്കാതെ തന്നെ നവോമിയോടുള്ള വിശ്വസ്തതയും പാലിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും രൂത്തിന് വിശ്വസ്തതയുള്ളത് 2 പേരോടാണ്. ഒന്ന് ദൈവത്തോടും, രണ്ടാമത് നവോമിയോടും അമ്മായിയമ്മയോടുമുള്ള വിശ്വസ്തത ഇവിടെ രൂത്ത് പുലർത്തുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഈ 2 വിശ്വസ്തതകളുടെ ഭാഗമായിട്ടാണ് രൂത്ത് ബേത്ലഹേമിലേക്ക് നവോമിയോടൊപ്പം തിരിച്ചു പോരുന്നതായിട്ട് കാണാം. അവരുടെ റിട്ടേൺ ടു ബേത്ലഹേം. അപ്പോൾ ഈ 2 പലായനങ്ങളും ഒരുമിച്ച് നമുക്ക് ഈ അധ്യായം 1 കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മൈഗ്രേഷൻ അല്ലെങ്കിൽ പലായനം ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് അവരെത്തുന്നു. എന്നാൽ ഈ 3 മരണങ്ങൾക്ക് ശേഷം മോവാബിൽ നിന്ന് 2 സ്ത്രീകൾ രൂത്തും നവോമിയും തിരിച്ച് ബേത്ലഹേമിലേക്ക് എത്തുന്നതായിട്ടും അധ്യായം 1 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ അധ്യായം ചാപ്റ്റർ 2 രൂത്ത് മീറ്റ്സ് ബോവസ്. ബോവസിനെ രൂത്ത് കണ്ടുമുട്ടുന്നതായിട്ടുള്ള അധ്യായമാണ് രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത്. ഇവിടെ രൂത്തും നവോമിയും ബേത്ലഹേമിൽ എത്തിച്ചേർന്നതിന് ശേഷം അവർ ഉപജീവനത്തിനായിട്ടൊരു മാർഗം ആവശ്യമാണല്ലോ. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് ബാർലിയുടെ ഹാർവെസ്റ്റിൻ്റെ സമയമായിരുന്നു. അതായത് യവക്കൊയ്ത്തിൻ്റെ സമയം, ബാർലിയുടെ ഹാർവെസ്റ്റിൻ്റെ സമയമായിരുന്നു അത്. അതിനനുസരിച്ച് രൂത്ത് ബോവസിൻ്റെ കളത്തിലേക്ക്, വയലിലേക്ക് കതിര് പെറുക്കുവാനായിട്ടാണ് പോകുന്നത്. ബോവസ് എന്നുള്ള ആള് ഈ വയലിൻ്റെ ഉടമസ്ഥനാണ് ബോവസ്. അവിടേക്ക് പോകുന്നു. ഇനി ആരാണ് ഈ ബോവസ് എന്ന് ഒന്നുകൂടി നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ബോവസ് എന്നയാള് നവോമിയുടെ ഭർത്താവായ എലീമേലെക്കിൻ്റെ ഒരു ചാർച്ചക്കാരൻ, ഒരു റിലേറ്റീവ് ആയിരുന്നു ഈ ബോവസ് എന്ന് പറയുന്നത്. അപ്പം ബോവസ് തൻ്റെ കാലായിലേക്ക്, വയലിലേക്ക് പുതിയതായി ഒരാൾ കടന്നു വന്നതായിട്ട് നോട്ടീസ് ചെയ്യുകയും, അതായത് രൂത്തിനെ പുതിയതായിട്ട് വന്ന ഒരാൾ എന്ന രീതിയിൽ ശ്രദ്ധിക്കുകയും ബോവസ് രൂത്തിനോട് ദയവോട് പെരുമാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് രൂത്ത് മീറ്റ് ബോവസ്. ഇനി മൂന്നാമത്തെ അധ്യായത്തിലാണ് വളരെ പ്രധാനമായ ഒരു കാര്യം സംഭവിക്കുന്നത്. മൂന്നാമത്തെ അധ്യായത്തിലാണ്. അതായത് നവോമി മേക്സ് എ പ്ലാൻസ് ഫോർ രൂത്ത്, എ റിക്വസ്റ്റ് ഫോർ റിഡംഷൻ. അതായത് നവോമി ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതായത് രൂത്തിന് വേണ്ടിയിട്ട് നവോമി ഒരു പദ്ധതി തയ്യാറാക്കുന്നു. അതായത് വീണ്ടെടുപ്പിനായിട്ടുള്ള ഒരു അപേക്ഷ, അതാണ് നവോമിയുടെ പ്ലാൻ. ഈ പ്ലാൻ അനുസരിച്ച് നവോമി രൂത്തിനെ ബോവസിൻ്റെ കളത്തിലേക്ക് രാത്രിയിൽ പോകുവാനായിട്ട് പറയുന്നു. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ വയലിൽ വിളവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ വയലിൽ തന്നെയായിരുന്നു യജമാനൻ വിശ്രമിച്ചുകൊണ്ടിരുന്നത്. ബോവസ് ആ വയലിൽ തന്നെ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് നവോമി രൂത്തിനോട് ഈ വയലിലേക്ക് ബോവസിൻ്റെ വയലിലേക്ക് പോകുവാനായിട്ട് പറയുന്നു. അതിനുശേഷം അവിടെ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. രൂത്ത് ബോവസിനോട് പറയുന്നു, അവൻ്റെ ബോവസിൻ്റെ പുതപ്പ് അവളുടെ മേൽ ഇടുവാനായിട്ട് പറയുന്നു. ഇതൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു ആക്റ്റാണ്. അതായത് സീക്കിംഗ് പ്രൊട്ടക്ഷൻ ആൻഡ് മാരേജ്. അപ്പം അവൻ്റെ പുതപ്പ് അവളുടെ മുകളിലേക്ക് ഇടുമ്പോൾ അവൾക്കൊരു പ്രൊട്ടക്ഷനാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മാരേജിനായിട്ടുള്ള ഒരു റിക്വസ്റ്റുമായിട്ടാണ് ഇതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് നവോമി രൂത്തിന് വേണ്ടി ഇട്ട പ്ലാൻ ഇതായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ബോവസ് എന്താണ് പറയുന്നത്? ബോവസ് പറയുന്നത്, എന്നേക്കാൾ അടുത്ത ഒരു ചാർച്ചക്കാരൻ നിങ്ങൾക്കുണ്ട്. ഞാൻ ആദ്യമായിട്ട് അവനോടൊന്ന് ചോദിക്കട്ടെ, ഈ വീണ്ടെടുപ്പ് അവനാൽ സാധ്യമാകുമെങ്കിൽ അത് നടക്കട്ടെ, ഇല്ല എങ്കിൽ രൂത്തിന് ബോവസ് ഒരു അഷ്വറൻസും അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇല്ല എങ്കിൽ ഞാൻ പ്രൊട്ടക്ഷൻ നൽകുന്നതായിരിക്കുമെന്ന് അവിടെ പറയുന്നു. അപ്പോൾ ഇവിടെ രൂത്തും നവോമിയും മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ എലീമേലെക്കിൻ്റെ നിലം അത് വീണ്ടെടുക്കുക. ബോവസ് അത് വീണ്ടെടുക്കുകയും അതോടൊപ്പം തന്നെ രൂത്തിനെ സംരക്ഷിക്കുകയും ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് അവർ വീണ്ടെടുപ്പിനായിട്ട് അങ്ങോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബോവസ് ഇങ്ങനെ ഒരു റിപ്ലൈ നൽകിയിട്ട് ഒരു 6 ഇടങ്ങളിൽ യവം നൽകി ബോവസ് രൂത്തിനെ തിരിച്ച് യാത്ര അയക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ 4-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതായത് അവസാന അധ്യായം 4-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് റിഡംഷൻ ആൻഡ് എ ന്യൂ ബിഗിനിങ്.
അതായത് വീണ്ടെടുപ്പും ഒരു പുതിയ തുടക്കവും. ഇവിടെയാണ് ഇതിൻ്റെ വളരെ പ്രധാനമായ ഒരു ഭാഗം. വീണ്ടെടുപ്പ് എന്ന രക്ഷാകരമായ പ്രവൃത്തി നടക്കുന്നത് ഈ 4-ാമത്തെ അധ്യായത്തിലാണ്. രൂത്ത് ആൻഡ് ബോവസ് ഗെറ്റ് മാരീഡ്. അവർ രണ്ടുപേരും വിവാഹം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവർ എത്തപ്പെടുന്നത്? ബോവസ് രൂത്തിനോട് കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞതനുസരിച്ച് പിറ്റേ ദിവസം ബോവസ് പട്ടണവാതിക്കൽ എത്തുമ്പോൾ ബോവസ് പറഞ്ഞ ചാർച്ചക്കാരൻ, അതായത് ബോവസിനേക്കാൾ കൂടുതൽ റിലേഷനുള്ള ഇനി ഒരു ചാർച്ചക്കാരനെ ബോവസ് കണ്ടുമുട്ടുകയും, അതായത് നവോമിയുടെ ഇനി ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവാണ് അത്, അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ബോവസ് പറഞ്ഞത്? ഇങ്ങനെ രൂത്ത് ആൻഡ് നവോമി, അതായത് എലീമേലെക്കിൻ്റെ ഭാര്യയായ നവോമിയും മരുമകളായ രൂത്തും മോവാബ് ദേശത്ത് നിന്നും തിരിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ അവരുടെ സഹോദരനായ എലീമേലെക്കിൻ്റെ വയൽ നമുക്ക് വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് സാധ്യമാകുമോ എന്ന് ഈ ചാർച്ചക്കാരനോട് ചോദിക്കുകയും ചാർച്ചക്കാരൻ അതിനായിട്ട് മറുപടിയായിട്ട് ഞാൻ വീണ്ടെടുക്കാമെന്ന് ആദ്യം പറയുന്നു. 4-ാമത്തെ അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ പഠിക്കുവാനിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം കൂടി ചേർത്ത് വെച്ച് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 5-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബോവസ് വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നു. നവോമിയോട് വയൽ വാങ്ങുന്നതിനോടൊപ്പം നവോമിയുടെ മകൻ്റെ ഭാര്യ, അതായത് രൂത്തിനെ കൂടി, മോവാബിയ സ്ത്രീയായ രൂത്തിനെയും കൂടി വാങ്ങണം, അതായത് അവളെ കൂടി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടി ബോവസ് ആ ചാർച്ചക്കാരനോട് പറഞ്ഞു. എന്നാൽ ആ ചാർച്ചക്കാരൻ അത് നിരസിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അപ്രകാരം ആ ബന്ധു നിരസിച്ചതിനാൽ ബോവസ് ആ നിലവും അതോടൊപ്പം തന്നെ രൂത്തിനെയും വീണ്ടെടുക്കുകയും രൂത്തിനെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ മഹ്ലോൻ്റെ ഭാര്യയായ മോവാബിയ സ്ത്രീയായ രൂത്തിനെ ബോവസ് വിവാഹം ചെയ്യുന്നതായിട്ട് സാധിക്കുന്നു. ഇതുകൊണ്ട് എങ്ങനെയാണ് ഇതൊരു പ്രത്യേകമായൊരു വീണ്ടെടുപ്പിൻ്റെ പദ്ധതി ആയിത്തീരുന്നത് എന്നാണ് നമുക്ക് ഇനിയും പഠിക്കുവാനായിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, രൂത്തിനും ബോവസിനും ഒരു മകൻ ഉണ്ടാകുന്നു. മകൻ്റെ പേരാണ് ഒബേദ്. ഓക്കെ, ഈ ഒബേദ് രൂത്തിൻ്റെയും ബോവസിൻ്റെയും മകനായിട്ട് ഒബേദ് ജനിക്കുന്നു. ഈ ഒബേദിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിൻ്റെ വംശാവലിയുടെ ഭാഗമായിട്ട് ഓബേദിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്ക് റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. അവിടെ യേശുവിൻ്റെ വംശാവലി വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പം 1-ാം അധ്യായം സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 5 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വംശാവലിയിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അബ്രഹാം മുതൽ ക്രിസ്തു വരെയുള്ള വംശാവലിയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടെ ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഈ ഓബേദിൻ്റെ പേര് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഓബേദ് എന്നുള്ളത് ദാവീദ് രാജാവിൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ടാണ് ഈ ഓബേദ് കാണുന്നത്. അപ്പോൾ ഈ രൂത്ത് ദൈവത്തോടും തൻ്റെ അമ്മാവിയമ്മയോടും കാണിച്ച വിശ്വസ്തതയുടെ ഭാഗമായിട്ട് ക്രിസ്തുവിൻ്റെ വംശാവലിയിലേക്ക് തന്നെ എത്തപ്പെടുവാനായിട്ട്, ആ വീണ്ടെടുപ്പിൻ്റെ അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ രൂത്തിൻ്റെ പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ നാം കാണുന്നത് ഇപ്രകാരമാണ്. ഇനി അടുത്തതായിട്ട് 6-ാമത്തെ പേജിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എസ്തേറിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്, ഒരു ചെറിയ ഇൻട്രൊഡക്ഷനാണ്. ഇനി മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനകത്ത് ആദ്യമായിട്ടുള്ള ആമുഖത്തിൽ വളരെ ചെറിയ ഒരു ഇൻട്രൊഡക്ഷനായിട്ടാണ് കാണുന്നത്. അപ്പോൾ രൂത്തിൻ്റെ പുസ്തകം ഇവർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ രൂത്തിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ വീണ്ടെടുപ്പും രക്ഷാകര പ്രവൃത്തികളും എന്ന് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സഹനങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും കടന്നു വരുമ്പോഴും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് ഒരു വഴി കാണിച്ചു തരുന്നു. മുന്നിൽ
വളരെ ഇരുട്ട് മാത്രം, അന്ധകാരം മാത്രം നിറഞ്ഞിരിക്കുന്നതായ അവസ്ഥയിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട്, ദൈവത്തിൽ നിന്ന് അകന്നു പോവാതെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവം തീർച്ചയായും ഒരു വഴിയും സംരക്ഷണവും നമുക്ക് ഒരുക്കും എന്നുള്ളതാണ് ഈ രൂത്തും നവോമിയും നമുക്ക് കാണിച്ചു തരുന്നത്. വളരെയേറെ കഷ്ടപ്പാടുകളിലൂടെയും വളരെയധികം ജീവിതത്തിലെ നഷ്ടങ്ങൾ, അല്ലേ, ഒരു ജീവിതത്തിൽ ഇനി ആരാണ് അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുവാനുള്ളത്? അവരെ സംരക്ഷിക്കേണ്ടവരെല്ലാവരും മരിച്ചു പോയിരിക്കുന്നു. പുരുഷന്മാരൊക്കെ ഭവനത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾ മാത്രമായിട്ട് ഇരിക്കുന്ന ആ അവസ്ഥയിൽ അവരുടെ ജീവിതം എത്രമാത്രം ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു എന്നിട്ടുകൂടി ദൈവത്തെ വിശ്വസ്തയോടുകൂടി അവർ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി മുന്നോട്ട് പോയപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ ഒരു വഴി കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് രൂത്തിൻ്റെ പുസ്തകം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി എസ്തേറിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ പുസ്തകമാണ്. അതായത് രൂത്തിൻ്റെ പുസ്തകവും രണ്ടാമത്തേത് എസ്തേറിൻ്റെ പുസ്തകവും. ഇനി ഇവിടെ നാം പഠിക്കുമ്പോൾ എസ്തേറിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഒരു യഹൂദ ആഘോഷം, ദ ഫെസ്റ്റിവലുമായിട്ട് ഈ എസ്തേറിൻ്റെ പുസ്തകം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പൂരീം. പൂരീം എന്ന യഹൂദ ആഘോഷവും ഈ എസ്തേറിൻ്റെ സ്റ്റോറിയുമായിട്ട് വളരെയധികം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഓർത്തുകൊള്ളുക. ഏത് യഹൂദ ആഘോഷമാണ് എസ്തേറിൻ്റെ പുസ്തകവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? പൂരീം എന്ന ഒരു യഹൂദന്മാരുടെ ഒരു ഫെസ്റ്റിവലാണ്. ഇനി ഈ ഫെസ്റ്റിവൽ തന്നെ, പൂരീം എന്ന് പറയുന്നത് ഒരു ജൂയിഷ് ഹോളിഡേ ആണ്. ആ ദിവസം അവരുടെ ഈ യഹൂദന്മാരുടെ വിമോചനത്തിൻ്റെ, അല്ലെങ്കിൽ ഹാമാൻ്റെ കയ്യിൽ നിന്ന് ആ യഹൂദ ജനത്തിനെ രക്ഷപ്പെടുത്തിയതിൻ്റെ ആ ഓർമ്മ ആഘോഷിക്കുന്ന യഹൂദ പെരുന്നാളാണ് പൂരീം എന്ന് പറയുന്നത്. അപ്പം ഈ പെരുന്നാൾ ദിവസം ഇവർ ഈ ഒരു സ്റ്റോറി, എസ്തേറിൻ്റെ ജീവിതത്തിലെ ആ സ്റ്റോറി അവർ വീണ്ടും ഓർക്കുകയും അവർ അത് വീണ്ടും അന്നത്തെ ദിവസം ഈവനിങ്ങിലും രാവിലെയുമായിട്ട് ഈ ബുക്ക് ഓഫ് എസ്തേർ അവർ വായിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത് എസ്തേറിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ഒരു ജനതയുടെ വീണ്ടെടുപ്പാണ്. രൂത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്ന രണ്ട് സ്ത്രീകൾ, അവരുടെ വീണ്ടെടുപ്പും അവർ ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ, ആ രക്ഷാകരമായ വംശാവലിയിലേക്കുള്ള വീണ്ടെടുപ്പുമാണ് കാണിക്കുന്നതെങ്കിൽ എസ്തേറിൻ്റെ പുസ്തകം ഒരു ജനതയുടെ മൊത്തമുള്ള വീണ്ടെടുപ്പായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം എസ്തേറിൻ്റെ പുസ്തകം ജൂതന്മാരുടെ പൂരീം ഉത്സവത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അപ്പം അതുമൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. 6-ാമത്തെ പേജിൽ 3-ാമത്തെ പാരഗ്രാഫിൽ കാണുന്നുണ്ട് എസ്തേറിൻ്റെ പുസ്തകം ജൂതന്മാരുടെ പൂരീം ഉത്സവത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ജൂതന്മാരുടെ പൂരീം ഉത്സവത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഏത്? എസ്തേറിൻ്റെ പുസ്തകമാണ്. എത്ര തവണയാണ് വായിക്കുന്നത്? സിനഗോഗുകളിൽ, യഹൂദന്മാരുടെ സിനഗോഗുകളിൽ 2 തവണയാണ് ഈ എസ്തേറിൻ്റെ പുസ്തകം വായിക്കുന്നത്. അത് വായിക്കുന്നത് ഈവനിങ്ങിലും പിറ്റേ ദിവസം മോർണിംഗിലുമായിട്ടാണ്. 2 തവണയായിട്ട് ഇത് വായിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമുക്ക് കാണാനായിട്ടുള്ളത് ഇതിൻ്റെ ഘടന, സ്ട്രക്ചറും ഇത് എഴുതപ്പെട്ട കാലഘട്ടവുമൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് കാണുന്നത്. അപ്പം എബ്രായ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പരാമർശിക്കാത്ത ഒരു പുസ്തകമായിട്ടാണ് എസ്തേറിൻ്റെ പുസ്തകം കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ദൈവത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളല്ല, മറിച്ച് യഹൂദ ജനതയുടെ വീണ്ടെടുപ്പിൻ്റെ അല്ലെങ്കിൽ അവരുടെ രക്ഷപ്പെടലിൻ്റെ ഒരു ചരിത്രം മാത്രമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. എബ്രായ ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പരാമർശിക്കാത്ത ഒരു പുസ്തകമാണ് എസ്തേറിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എസ്തേറിൻ്റെ പുസ്തകം ആദ്യമായിട്ട് എഴുതപ്പെട്ടത് എബ്രായ ഭാഷയിലാണ്. അപ്പം ഒറിജിനലി ബുക്ക് ഓഫ് എസ്തേർ ഇസ് റിട്ടൺ ഇൻ ഹീബ്രൂസ്. പിന്നീട് അതിൽ നിന്നാണ് ട്രാൻസ്ലേഷൻ ആയിരിക്കുന്നത് ഗ്രീക്കിലേക്കും ലാറ്റിൻ, ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച്, ഇങ്ങനെ പല ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയാം എബ്രായ ബൈബിളിലും ഇത് വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ട്. എബ്രായ ബൈബിളിൽ ഇത് ഏറ്റവും അവസാനത്തെ പുസ്തകം, അതായത് 24-ാമത്തെ പുസ്തകമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. പഴയ നിയമ പാരമ്പര്യത്തിൽ യഹൂദന്മാരായിട്ടുള്ള സന്യാസിമാർ
യഹൂദന്മാർ രചിച്ചിരിക്കുന്ന ബൈബിളാണ് എബ്രായ ബൈബിൾ. അതിനകത്ത് 24 പുസ്തകങ്ങളിൽ അവസാനത്തേതായിട്ടാണ് മെഗില്ലറ്റ് എസ്തേർ എന്നാണ് കാണപ്പെടുന്നത്. മെഗില്ലറ്റ് എസ്തേർ, അതായത് എസ്തേറിൻ്റെ പുസ്തകം. ഈ മെഗില്ലറ്റ് എന്ന വാക്ക് അത് ഹീബ്രു വേർഡായ സ്ക്രോൾ എന്ന് പറഞ്ഞാൽ ചുരുള്, മെഗില്ല, അതാണ് ആ വാക്കിൽ നിന്നാണ് മെഗില്ലറ്റ് ഓഫ് എസ്തേർ, സ്ക്രോൾ ഓഫ് എസ്തേർ എന്നുള്ള ഒരു വാക്കായിട്ട് അത് വന്നിരിക്കുന്നത്. അത് എബ്രായ ബൈബിളിലാണ് അതിപ്രകാരം കാണുന്നത്. ഇനി ഇതിനകത്തും ഈ എസ്തേറിൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 3 തരത്തിലാണ്, അതിനെ 3 പാർട്ടായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 1ഉം 2ഉം അധ്യായങ്ങൾ ആമുഖമായിട്ടും, 1ഉം 2ഉം അധ്യായം ആമുഖമായിട്ടും, 3-ാം അധ്യായം മുതൽ 9-ാം അധ്യായം 19-ാം വാക്യം വരെ, ചാപ്റ്റർ 3 to ചാപ്റ്റർ 9 വേഴ്സ് 19, അതിൽ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പരിഹാരം എന്തൊക്കെയാണ് എന്നുള്ളത് ഈ 2ാമത്തെ പാർട്ടിൽ കാണുന്നു. ഇനി 3ാമത്തെ പാർട്ടാണ് 9-ാം അധ്യായം 20-ാം വാക്യം മുതൽ 10-ാം അധ്യായം വരെയുള്ള വാക്യങ്ങളായിട്ടാണ്, ഉപസംഹാരമായിട്ടാണ് ലാസ്റ്റത്തെ ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും. 10-ാം അധ്യായം 3-ാം വാക്യത്തിലാണൊരു ഉപസംഹാരമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഈ എസ്തേറിൻ്റെ പുസ്തകം ഏത് കാലഘട്ടത്തിൽ, ആരുടെ കാലഘട്ടത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്? നമുക്ക് ആദ്യമേ എസ്തേറിൻ്റെ പുസ്തകം നമുക്ക് വായിക്കുമ്പോഴറിയാം ഈ സംഭവം നടന്നിരിക്കുന്നത് അഹശ്വേരോശ് രാജാവിൻ്റെ ഭരണകാലത്താണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രകാരം നാം നോക്കുമ്പോൾ ഏകദേശം ഒരു BC 483, BC 482 വർഷങ്ങളിൽ ആരംഭിച്ച് ഒരു BC 473 അവസാനിക്കുന്ന ഒരു സംഭവ കാര്യങ്ങളായിട്ടാണ് എസ്തേറിൻ്റെ പുസ്തകം കാണപ്പെടുന്നത്. അപ്പോൾ നാം ഇന്ന് കാണപ്പെടുന്ന, അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു എസ്തേറിൻ്റെ പുസ്തകം ആദ്യമായി എഴുതപ്പെട്ടിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ്. പിന്നീട് അത് മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം നടത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എബ്രായ ഭാഷയിലുള്ള എസ്തേർ പുസ്തകത്തിൽ ഇപ്പോൾ കാണപ്പെടുന്ന, നാം ഇന്ന് കാണുന്ന രീതിയിലുള്ള പുസ്തകത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്ത് കുറച്ചുകൂടി പാരമ്പര്യങ്ങൾ എബ്രായ വേദപുസ്തകത്തിലെ എസ്തേറിൻ്റെ പുസ്തകത്തിൽ കുറച്ചുകൂടെ അധിക പാരമ്പര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നാം കാണുന്ന രീതിയിൽ എസ്തേറിൻ്റെ പുസ്തകം അത് ഏറെ പ്രചാരത്തിൽ വന്നിരിക്കുന്നത് BC 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ്. ഇപ്പോൾ കാണുന്ന ഈ പുസ്തകം, നാം വായിക്കുന്ന ഈ പുസ്തകം പ്രചാരത്തിൽ വന്നിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എസ്തേറിൻ്റെ പുസ്തകം ഗ്രീക്കിലുണ്ട്, അതുപോലെ തന്നെ ലാറ്റിൻ, ഇംഗ്ലീഷ്, ജർമ്മൻ, ഫ്രഞ്ച്, ഇങ്ങനെ പല ഭാഷകളിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരു കാതലായ തത്വം പേജ് നമ്പർ 7 ലാസ്റ്റത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പുസ്തകത്തിലെ കാതലായ തത്വം, നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിനെ ദ്വേഷിക്കുക. അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തി പഠിക്കുക. നിന്റെ സഹോദരനെ സ്നേഹിക്കുക, നിന്റെ ശത്രുവിനെ ദ്വേഷിക്കുക. ഇതാണ് ഈ എസ്തേറിൻ്റെ പുസ്തകത്തിലെ കാതലായ തത്വം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിക്കുകയാണ്. ആമുഖമായിട്ടുള്ള 1-2 പേജസാണ് നമ്മൾ ആദ്യം പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം മുതൽ വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പോൾ നമുക്കൊരു ഓവർവ്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, രൂത്തിൻ്റെ പുസ്തകവും എസ്തേറിൻ്റെ പുസ്തകവും എങ്ങനെയാണെന്നുള്ളത്. ഇനി ആദ്യമായി നമ്മൾ രൂത്തിൻ്റെ പുസ്തകം പഠിക്കുകയും വീണ്ടും എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്തിരിക്കുന്നതായിരിക്കും. ഇതിൽ എത്രയും നല്ല രീതിയിൽ ആദ്യമായി നിങ്ങൾ രൂത്തിൻ്റെ പുസ്തകം ഒന്ന് വായിക്കുവാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് രൂത്തിൻ്റെ പുസ്തകം 4 അധ്യായങ്ങൾ, വളരെ ചെറിയ ഒരു പുസ്തകമാണ്, 4 അധ്യായങ്ങളുള്ള രൂത്തിൻ്റെ പുസ്തകം എല്ലാവരും ഒന്ന് വായിക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.